ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, നാം ഇന്ന് അല്പമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മ സ്നാനം എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള ഭാഗങ്ങളിൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹായവും സാന്നിധ്യവും അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള വസ്തുതയാണ്. എന്നാൽ ആത്മസ്നാനം എന്ന അനുഭവം എനിക്കെങ്ങനെ പ്രാപിക്കുവാൻ കഴിയും എന്ന് സാധാരണ നാം ചോദിക്കാറുണ്ട്. അതിനാധാരമായി ചില നിർദ്ദേശങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമതായി, വിശ്വാസം. ദൈവം സഭയ്ക്കായി നൽകിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. അത് വ്യക്തിപരമായി അനുഭവിക്കേണ്ടത് വിശ്വാസത്താലാകുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ അത്രേ ദൈവം ആത്മാവിനെ പകരുന്നത്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യം. രണ്ടാമതായി നാം നോക്കുമ്പോൾ നമുക്കൊരു ദാഹം ഉണ്ടാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അടങ്ങാത്ത ദാഹം നമ്മിൽ ഉണ്ടാകണം. മൂന്നാമതായി നമുക്കുണ്ടാകേണ്ടത് അനുസരണമാണ്. അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 32-ാമത്തെ വചനം. നാം ദൈവത്തെയും ദൈവവചനത്തെയും ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ തയ്യാറായാൽ നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം സന്നദ്ധനാണ്. നാലാമതായി നാം നോക്കുമ്പോൾ ലൂക്കോസ് വിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നിരന്തരമായ പ്രാർത്ഥന നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യമാണ്. ദൈവിക ദാനം മക്കൾ എന്ന നിലയിൽ നാം ചോദിച്ചു തന്നെ വാങ്ങണം. അഞ്ചാമതായി, മാനസാന്തരം, പാപക്ഷമ, സ്നാനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ബോധപൂർവം ആഗ്രഹിക്കുന്നതിനും പ്രാപിക്കുന്നതിനും ഉചിതമായ വ്യവസ്ഥ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. കൊർന്നലിയോസിന്റെ ഭവനത്തിലെ സംഭവം മാത്രമേ ഈ നിയമത്തിന് വ്യത്യസ്തമായ പുതിയ നിയമത്തിലുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 44 മുതൽ 48 വരെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ സ്വതവേ ലഭിക്കുന്ന ദാനമായി പരിശുദ്ധാത്മ സ്നാനത്തെ പരിഗണിക്കരുത്. കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച ശേഷം ആത്മസ്നാനം പ്രാപിക്കുവാൻ ആത്മീകമായി ഒരു ആവശ്യബോധം നമ്മിൽ ഉണ്ടായേ തീരൂ. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നവനാണ് കർത്താവ്. വിശ്വാസത്താൽ ചോദിക്കുക, ചോദിക്കുന്നതിനെ അവകാശമാക്കുക. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.